കൺമണി പോലെ അതുകൊണ്ടാണ് അങ്ങേ ഞാൻ ശാന്തമായി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നമ്മെ തന്നെ ദൈവകരത്തിൽ ദൈവത്തിന്റെ മഹാകൃപയാണ്, ദൈവത്തിന്റെ മഹാകരുണയാണ് ഇന്ന് നമ്മൾ ജീവനോടെ ആയിരിക്കും. ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്, കൃപയാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ, ആ പൊൻകരങ്ങളിൽ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അവൻ ഉണർന്നു നോക്കിയപ്പോൾ അവന്റെ തലയ്ക്കൽ ചുട്ടുകല്ലിൽ ചുട്ട ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ എഴുന്നേറ്റ് അത് ഭക്ഷിച്ചു, അത് പാനം ചെയ്തു. പ്രിയ സഹോദര സഹോദരി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? ദൈവവചനം പ്രമാണിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? സമർപ്പണമുള്ള ഒരു ദൈവ പൈതലാണോ നീ? ഏത് പ്രതിസന്ധിയിൽ നീ ആയിരുന്നാലും ദൈവം നിന്നെ കരുതും. മരുഭൂമിയിലാണോ? ദൈവം നിന്നെ കരുതും. നീ പത്മോസിലാണോ? ദൈവം നിന്നെ കരുതും. നീ ആഞ്ഞടിക്കുന്ന, ഇളകി മറിയുന്ന ആ നടുക്കടലിലാണോ? ദൈവം നിന്നെ കരുതും. കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ അരികത്താണോ? ദൈവം നിന്നെ കരുതും. ചെങ്കടലിന്റെ മുമ്പിലാണോ? ദൈവം നിന്നെ കരുതും. കരുതുന്ന ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഹൃദയത്തിൽ അകക്കണ്ണ് തുറന്ന ദൈവത്തെ ഒന്ന് ദർശിച്ചാൽ, തൂരൽ ചെടിയുടെ തണലിലിരുന്ന് ഇനിയും മരിച്ചാൽ മതിയ ഗോവേ എന്ന് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങിയവന്റെ അരികിലേക്ക് സ്വർഗത്തിൽ നിന്ന് കലവറ തുറന്ന് ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ ഇന്നു പകൽ നിന്നെ പോറ്റുവാൻ, നിന്നെ പുലർത്തുവാൻ, നിന്റെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരുവാൻ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്.
അവന്റെ കോടാനുകോടി ദൂതന്മാരിവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാണ്. ഒരിക്കൽ ദൈവം ഗിദെയോനോട് പറഞ്ഞു, എന്റെ അപ്പന്റെ വീട്ടിൽ തൊഴുത്തിൽ 2 കാളയുണ്ട്. ഒരു കാളയ്ക്ക് 7 വയസ്സ് പ്രായം. അതിനെ നീ എനിക്ക് യാഗം കഴിക്കാം. നിന്റെ അപ്പന്റെ വീട്ടിൽ തൊഴുത്തുണ്ടെന്നും അവിടെ 2 കാളയുണ്ടെന്നും ആ കാളയുടെ പ്രായം ഒന്നിന്റെ 7 വയസ്സാണെന്നും അറിയുന്ന ദൈവം എന്നെ അറിയുന്നു. നിന്റെ ഉള്ളം കാണും. മക്കളുടെ വിഷയം അറിയുന്നു. നീ ഇന്ന് നടന്നു പോകുന്ന പ്രതിസന്ധികള്, നീ ഇന്ന് ആയിരിക്കുന്ന പ്രതികൂലങ്ങൾ ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ചുട്ടുകല്ലിൽ ചുട്ട അപ്പവും ഒരു തുരുത്തി വെള്ളവും മരിച്ചാൽ മതിയെ യഹോവേ എന്ന് പ്രാർത്ഥിച്ചവന്റെ അരികിലേക്ക് സ്വർഗ്ഗം കലവറ തുറന്ന് ദൂതനെ അയച്ചു കൊടുത്തെങ്കിൽ ഇന്നും പകൽ നിന്റെ കാര്യങ്ങളെ സാധിപ്പിക്കാൻ മതിയായി. വിശ്വസിച്ചാൽ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തില് നാം ഇങ്ങനെ കാണുന്നു. 11-ാം വാക്യത്തെ, 3-ാം ദിവസം തേക്ക് ഒരുങ്ങിക്കൊള്ളുക, സകല ജനവും കാണുകയെ യഹോവ ഇത് സീനായി പർവ്വതത്തിലാണ്. 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിക്കൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിങ്ങൾ ഇതിനകത്ത് ഒരുങ്ങിയാണോ നിൽക്കുന്നത്? നിങ്ങൾ ഇന്ന് കൂട്ടായ്മയ്ക്ക് ഒരുങ്ങിയാണോ വന്നിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഒരുങ്ങുവാൻ കഴിഞ്ഞോ? സീനായി പർവ്വതത്തിന്മേൽ സകല ജനവും കാണുകയെ യഹോവ ഇറങ്ങാൻ പോവുക. ഇന്ന് ഈ കൂട്ടായ്മയുടെ നടുവിലേക്ക് പിതാപുത്ര പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വം എഴുന്നള്ളി വരാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. Praise the Lord. Hallelujah. 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 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. എലീശ പറഞ്ഞു, അവിടെ നിന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് ശമരിയയുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കൽ, 2 അളവ് വാളി 1 ശെക്കലിനും വിൽക്കപ്പെടും. നാളെ ഈ നേരത്ത് എന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. സൂചിക്കുഴയിൽ നൂല് കോർക്കുന്ന തയ്യക്കാരൻ ആ നൂല് കോർക്കുമ്പോൾ ഒരു ഏകാഗ്രതയാണ്. എങ്ങോട്ടെങ്കിലും നോക്കിയിരുന്നു കൊണ്ട് ആ നൂല് കോർക്കുവാനായിട്ട് സാധ്യമല്ല. അതിന്
ഏകാഗ്രത. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറത്തക്കവണ്ണം തികച്ചും ഏകാഗ്രതയോടിരിക്കും. മനസ്സിലായി? ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഈ മണിക്കൂർ തികച്ചും ഏകാഗ്രതയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കും. മത്തായി 21:42, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ സംഭവിച്ചു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാകുന്നു, അത്ഭുതമാകും. പുറത്തു പോയിട്ട് വരുമ്പോൾ, പുറത്തുപോയി മടങ്ങി വരുമ്പോൾ കയ്യും കാലും മുഖവും കഴുകുവാനായി പുറംപറമ്പിൽ സൂക്ഷിച്ചിരുന്ന കൽപാത്രങ്ങൾക്ക് നിമിഷങ്ങൾക്കകം മാറ്റം സംഭവിച്ചു. മിനിറ്റുകൾ കൊണ്ട് അതിന് സ്ഥാനചലനമുണ്ടായി. അതിൽ കോരി നിറച്ച പച്ചവെള്ളം വീഞ്ഞായി മാറി. ഇന്നു പകൽ ഈ മണിക്കൂറിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ വിഷയത്തിനു വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. പുറംപറമ്പിൽ കിടന്ന കൽപാത്രത്തിന് മിനിറ്റ് കൊണ്ട് സ്ഥാനചലനം സംഭവിച്ചതുപോലെ, മാറ്റം സംഭവിച്ചതുപോലെ, നിമിഷങ്ങൾക്കകം അതിൽ മാറ്റം സംഭവിച്ചതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു തോട്ടത്തിനകത്തേക്ക് മഴ പെയ്യുക, ഒരു തോട്ടത്തിനകത്ത് മഴ പെയ്യുക. അതായത് നമ്മുടെ നാട്ടിൽ ശക്തമായ മഴയാണല്ലോ, പിടിച്ചു കുത്തി മഴ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇടിവെട്ടി മഴ, ഒരു തുള്ളി ഒരു കുടം ഒരു പറ എന്നൊക്കെ പറയും. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മഴയായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ മഴ പെയ്യുക. ഒരു 500 മൂട് മരം നിൽക്കുന്ന ഒരു തോട്ടത്തിന് മുകളിൽ അതുപോലെ മഴ പെയ്യും, മഴ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ റബ്ബറിൽ വെച്ച് കെട്ടിയിരിക്കുന്ന എല്ലാ ചിരട്ടക്കകത്തെയും വെള്ളം ഒരേ അളവിലായിരിക്കും. ചില ചിരട്ട കമഴ്ന്നിരിക്കും. വെട്ടുകാരൻ വെട്ട് കഴിഞ്ഞ് പാലെടുത്തിട്ട് അവൻ കമഴ്ത്തി വെക്കും. അതിനകത്ത് ഒരു തുള്ളി പോലും കാണാം. ചില ചിരട്ട ചരിഞ്ഞിരിക്കും. അതിനകത്ത് അത്രയും ഉള്ളത്. എന്നാൽ ചില ചിരട്ട നിവർന്നിരിക്കും. ചില ചിരട്ട നിവർന്നിരിക്കും. നിറഞ്ഞു തുളുമ്പും. നിറഞ്ഞു തുളുമ്പും. ഇന്നു പകൽ നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നതല്ല, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിവരെ തുറന്നു വെച്ചാൽ, മനസ്സിലായി? നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നതല്ല, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നിവരെ തുറന്നു വെച്ചാൽ അത് നിറഞ്ഞു തുളുമ്പും. ഇടപെടാൻ കഴിയുന്ന ദൈവ ശബ്ദമാണ് ഇവിടെ മുടങ്ങുന്നത്. ദൈവസന്നിധിയിൽ ഇവരെ തുറന്നു വെച്ചാൽ നാളെ ഈ നേരത്ത് നിന്റെ ഭവനത്തിൽ അത്ഭുതം നടക്കും. കൽപാത്രത്തിന് സ്ഥാനചലനം സംഭവിച്ചതുപോലെ, മാറ്റമുണ്ടായതുപോലെ നീ നിവരം തുറന്നു വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നാളെ ഈ നേരത്ത് നിന്റെ കുടുംബത്തിൽ നടക്കും. ഈ മണിക്കൂർ നിങ്ങൾ എന്നോട് കൂടെ വരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഇവരെ തുറക്കണം. ഈ മണിക്കൂറിൽ നിങ്ങൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ, നിങ്ങൾ എന്നോടൊപ്പം ആയിരിക്കുകയാണെങ്കിൽ, ഈ ദൈവശബ്ദത്തോടൊപ്പം കടന്നു വരാൻ കഴിയുന്നുവെങ്കിൽ
ഏലീശാ പ്രവാചകൻ പറഞ്ഞതുപോലെ നാളെ ഈ നേരത്ത് നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം, നിന്റെ പുരക്കകത്ത് ഒരു അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ട്? ലൂക്കോസ് വിശേഷം 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. വളരെ പരിചയമുള്ള വേദഭാഗമാണ് നാം വായിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18:14 ദൈവത്തിന് എന്തെങ്കിലും കഴിയാത്തതായിട്ടുണ്ടോ? ലൂക്കോസ് 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പഴയ നിയമത്തിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. പുതിയ നിയമത്തിൽ അതിന്റെ ആൻസർ എന്നോണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന അത്ഭുതങ്ങളുടെ ദൈവത്തെ, അല്ലെങ്കിൽ അടയാളങ്ങളുടെ ദൈവത്തെ, അല്ലെങ്കിൽ വീര്യപ്രവർത്തനങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാനാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിൽ ഒരു വലിയ ശൂന്യത ഉണ്ടായിരുന്നു. നമുക്കറിയാം എന്താണ് ആ ശൂന്യത. അവർക്ക് മക്കളില്ല, അവർക്ക് കുഞ്ഞുങ്ങളില്ല. വലിയ ശൂന്യത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ശൂന്യതയുടെ നടുവിൽ അവർ ജീവിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് മടിയില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ഒട്ടും ഉത്സാഹം കുറഞ്ഞിട്ടില്ല. ആ ശൂന്യതയുടെ നടുവിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ മടിയില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ഒട്ടും ഉത്സാഹം കുറഞ്ഞിട്ടില്ല. ആ ഭക്തരുടെ അടുക്കലേക്കാണ് യഹോവയായ ദൈവം ഇറങ്ങി വന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഈ സഹോദര സഹോദരി, നിങ്ങൾ ഇതുപോലെ അബ്രഹാമിനെ പോലെ ശൂന്യതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ശൂന്യതകള്, അവൻ ശൂന്യമായ ഒരു അനുഭവം, ശൂന്യതയുടെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരാധന കുറഞ്ഞുപോയോ? നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ, ആ ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നാം പരിശോധിക്കണം. ഇവിടെ നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി 18 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ തല ഉയർത്തി, അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവൻ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് ഓടിച്ചെന്ന് നിലം പറ്റ് താണു വണങ്ങി അവരെ സ്വീകരിച്ചു. അവൻ പറഞ്ഞു, കാല് കഴുകാൻ വെള്ളവും അപ്പവും ഒക്കെ കൊണ്ടുവരാം. എന്നിട്ട് അബ്രഹാം തിരിഞ്ഞോടി സാറാമ്മച്ചിയുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, 3 ഇടങ്ങളിൽ മാവെടുത്ത് കുഴച്ച് വേഗം അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. അവിടുന്ന് തിരിച്ച് അവൻ കാലിക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്നു. അവിടുന്ന് ഒരു കൊഴുത്ത ഇളം കാളക്കുട്ടിയെ പിടിച്ച് അവൻ അതിനെ വേലക്കാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ പാലും വെണ്ണയും ഈ പാകം ചെയ്ത മൂരിയിറച്ചിയും ഈ അപ്പവും എല്ലാം കൊണ്ടുവന്ന് അവർക്ക് വിളമ്പി. അവൻ മരത്തണലിൽ അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ടിരുന്നു. ശൂന്യമായ അവസ്ഥയിൽ അബ്രഹാം ആയിരിക്കുമ്പോൾ അവന് ദൈവത്തെ ആരാധിക്കുവാനുള്ള മടി അവനില്ല. അവന്റെ ആരാധനയിൽ അവന് മടുപ്പ് തോന്നിയിട്ടില്ല.
ദൈവത്തിനു വേണ്ടി കൊടുപ്പാൻ, ദൈവത്തിനു വേണ്ടി ചെയ്യുവാൻ അവന് മടിയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവന് യാതൊരു വിള്ളലുമില്ല. അവന്റെ അരികിലേക്കാണ് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നത്. ദൈവവചനവുമായിട്ട് നിങ്ങൾ ബന്ധത്തിലാണോ? നാളെ ഈ നേരത്ത് നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം നടക്കും. കർത്താവിന്റെ കൽപ്പനപ്രകാരം നടക്കുന്നവരാണോ നിങ്ങൾ? ആരാധനയിൽ മടിയില്ലാത്തവരാണോ? കൂട്ടായ്മയ്ക്ക് വരാൻ മടിയില്ലാത്തവരാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ മടിയില്ലാത്തവരാണോ? നാളെ ഈ നേരത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടും. ശൂന്യമായ അവസ്ഥയില് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ മടിയില്ലാതിരിക്കുന്ന ആ അബ്രഹാമിന്റെ അല്ലെങ്കിൽ ആ ഭക്തനോട് ദൈവത്തിന്റെ ആത്മാവ്, ദൈവം ഇടപെടുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വചനമാണ് ഉൽപ്പത്തി പുസ്തകം 18:14. ദൈവത്തിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തൃപ്തരായവര് അവർ പറയുന്നു, അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായി. സാറായെ നോക്കി പ്രവചിക്കുകയാണ്, നിന്റെ നിന്ന മാറും. ഇത് കേട്ട് സാറ ചിരിച്ചു. ഇതുപോലെ നമ്മളും ചിലപ്പോൾ നമുക്ക് ഈ ദൈവവചനം കേൾക്കുമ്പോൾ അല്ലെ ദൂത് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം എന്താ? സാഹചര്യം അനുവദനീയമല്ല. പ്രായമേറെയായി, പതിവ് നിന്നുപോയി, ആ എല്ലാം അസ്തമിച്ചു, എല്ലാം അവസാനിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ്, വളരെ ലാഘവത്തോടിരിക്കുന്ന സമയത്താണ് ദൈവം പറയുന്നത്, ദൂത് വരുന്നത്, അടുത്ത വർഷം ഇതേ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ നിനക്കൊരു മകൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ശബ്ദം ഇല്ലായ്മയിൽ സൃഷ്ടിക്കുന്നതാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? പുറപ്പെടുന്ന വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ദൈവം പ്രവചിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാറയെ നോക്കി പറയുന്നു, നിന്റെ നിന്ന മാറും, നിന്റെ സ്ഥിതി മാറും. ഇവിടെ നാം കാണുന്നു, ദൈവത്തിന് എന്തെങ്കിലും കഴിയാത്തതായിട്ടുണ്ടോ? പഴയ നിയമത്തിൽ സമയം കഴിഞ്ഞുപോയി. ശ്രദ്ധിക്കണമേ, പഴയ നിയമം വായിക്കുമ്പോൾ സമയം കഴിഞ്ഞുപോയി. കാരണം പ്രായമേറെയായി, പതിവ് നിന്നുപോയി, വാർദ്ധക്യമാണ്, എല്ലാം അസ്തമിച്ചു, സമയം കഴിഞ്ഞുപോയി. കർത്താവ് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ട് ഉണ്ടോ? പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരാം. 1:37 എന്താ അധികം പറയും? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയത്തിന്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് പേർ വിളിക്കത്തക്കവണ്ണം ഈ ഒരു മകനെ പ്രസവിക്കുന്നു. ഇവിടെ എന്താ വ്യത്യാസം? സമയം ആയിട്ടില്ല. വിവാഹം കഴിച്ചിട്ടില്ല, പുരുഷനെ അറിഞ്ഞിട്ടില്ല, സമയമായിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ സമയം കഴിഞ്ഞുപോയി. പഴയ നിയമത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പുതിയ നിയമത്തിൽ സമയമായിട്ടില്ല, ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. ഇവിടെ സമയം കഴിഞ്ഞുപോയ വിഷയത്തിലും സമയമായിട്ടില്ല എന്ന വിഷയത്തിലും ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ, ഇതത്രേ നിന്റെ സമയം. ഹല്ലേലൂയ. സമയം കഴിഞ്ഞുപോയ വിഷയത്തിലും സമയമായിട്ടില്ല എന്ന വിഷയത്തിലും ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ, ഇതത്രേ നിന്റെ സമയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതത്രേ നിന്റെ സമയം. നിന്റെ നിന്ന മാറാനുള്ള സമയം ഇതത്രേ. ഹല്ലേലൂയ. വീട്ടിൽ
വിടുതലിന്റെ സമയം ഇതത്രേ. ഹല്ലേലൂയ. നിന്റെ രോഗം മാറാനുള്ള സമയം ഇതത്രേ. നിന്റെ സ്ഥിതി മാറാനുള്ള സമയം ഇതത്രേ. മാനിക്കപ്പെടാനുള്ള സമയം ഇതത്രേ. ആദരിക്കപ്പെടാനുള്ള സമയം ഇതത്രേ. ഉയർച്ച കിട്ടാനുള്ള സമയം ഇതത്രേ. അനുഗ്രഹിക്കപ്പെടാനുള്ള സമയം ഇതത്രേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, നാളെ ഈ നേരത്ത് ശമരിയുടെ കവാടത്തിൽ ചിലത് നടക്കും. നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ചില വിഷയങ്ങൾ നടുവിൽ, അതായത് സമയം കഴിഞ്ഞുപോയ ചില വിഷയങ്ങൾ, സമയമായിട്ടില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾ, പ്രിയപ്പെട്ടവരെ, വേദനയോടെ ഭാരത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന ചില വിഷയങ്ങൾ, എലീശാ പ്രവാചകൻ പരിശുദ്ധ ആത്മാവിൽ പ്രവചിച്ചതുപോലെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന് ഒന്നേ പറയാനുള്ളൂ: നാളെ ഈ നേരത്ത് നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ചില വിഷയങ്ങൾ ജീവിതത്തിലില്ലേ? പോയി. സമയമായിട്ടില്ല എന്ന് പറയുന്ന വിഷയങ്ങളില്ലേ? എല്ലാം ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ: എന്റെ പ്രവൃത്തി നാളെ ഈ നേരത്ത്. സാമ്പത്തികമാകാം, അത് ശാരീരികമാകാം, അത് മാനസികമാകാം, അത് തലമുറയുടെ വിഷയമാകാം, അത് ജോലിയുടെ വിഷയമാകാം, അത് എന്തുമായിക്കോട്ടെ, സകലത്തിന്റെ മേലും ഇന്ന് ഏത് വിഷയത്തിന്റെ മേലാണോ ഈ മീറ്റിംഗ് നിങ്ങൾ കൂടുന്നത്, ഇന്ന് ഏത് വിഷയത്തിന്മേലാണോ ഈ ആരാധനയ്ക്ക് നിങ്ങൾ കടന്നു വന്നത്, ആമേൻ, ഇന്ന് ഈ മീറ്റിംഗിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആമേൻ പറയും. ദൈവത്തിന്റെ വചനം ആമേൻ പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഒരു വചനം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ആമേൻ പറയും. ദൈവവചനം ആമേൻ പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെങ്കിൽ, വിശ്വാസത്താൽ ചിലതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കണം. അപ്പോൾ നാളെ ഈ നേരത്തെ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറയുമ്പോൾ, ഞാൻ ആമേൻ പറയുമ്പോൾ അപ്രകാരം നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ, ഞാനത് സ്വീകരിക്കുന്നു, തീർച്ചയായും നടക്കും, ഉറപ്പായും നടക്കും. ആമേൻ പറഞ്ഞു അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ആര് പറയുന്നു എന്നല്ല, പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം ആര് പറഞ്ഞു എന്നല്ല, പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിനാണ് നമ്മൾ ആമേൻ പറയുന്നത്. ഈ ക്ഷണീയമായ ആയുസ്സിനേക്കാൾ നിത്യതയെ ഭയപ്പെടുക. ക്ഷണീയമായ ഈ ആയുസ്സിനേക്കാൾ നമ്മൾ നിത്യതയെ ഭയപ്പെടുക. ഈ ലോകത്ത് എല്ലാം കൂടെ നമ്മൾ കൂട്ടിപ്പിടിച്ചാലും നമുക്ക് എത്ര കാലം ഇവിടെ ജീവിക്കാൻ പറ്റും? ഈ ലോകത്ത് എല്ലാം കൂടെ കൂട്ടിയാലും പിള്ളത്തൊട്ടി മുതൽ ശവപ്പെട്ടി വരെ നമുക്ക് ഈ ലോകത്ത് എത്ര കാലം ജീവിക്കാൻ പറ്റും? സങ്കീർത്തകൻ പറയുന്നു 70 ഏറെയായ 80. 80 തന്നെ നമുക്ക് കൂട്ടി നോക്കാം, 80 തന്നെ സ്വീകരിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ അത്രയൊന്നും തോന്നുന്നില്ല. പഴയ ആൾക്കാരൊക്കെയാണ് 80-ഉം 90-ഉം ഒക്കെ പോകുന്നത്. ഇവിടെ നമുക്കൊരു 80 വർഷം നമ്മള് പിള്ളത്തൊട്ടി മുതൽ ശവപ്പെട്ടി വരെ ഒരു 80 വർഷം നമ്മൾ ഈ ലോകത്തെ എല്ലാ കാലം കൂടെ കൂട്ടിയ ജീവിക്കുമെന്ന് കൂട്ടിയാൽ 80 × 365 29,200 ദിവസം മാത്രം. 29,200 കൊല്ലമല്ല,
29,200 ദിവസം മാത്രം. ഹല്ലേലൂയ. പലരും ഇതിന്റെ പാതി വഴിയിലും ഇട്ടേച്ചു പോകും. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു അടക്കം നടന്നു. 57 വയസ്സുകാരൻ. ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുറങ്ങി. നേരം വെളുത്ത് കാപ്പി ഉണ്ടാക്കി ഭർത്താവിനെ ചെന്ന് വിളിക്കുമ്പോൾ മരിച്ചു കിടക്കും. ഇത്രയുള്ള മനുഷ്യൻ ഇന്നലെ അടക്കമായിരുന്നു. കഴിഞ്ഞ ആഴ്ച 59 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, അടക്കമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ അടുത്ത ടി വി കാണുന്ന നവാസ് 51 വയസ്സ്. ഞാൻ നവാസ് എന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അത്രയും പറഞ്ഞു. നമുക്ക് ഒത്തിരി ആൾക്കാർ മരിക്കുന്നു. ഞങ്ങളുടെ പള്ളിയില് ഈ ആഴ്ച ഇപ്പൊ 1 വർഷമായെന്ന് തോന്നുന്നു, ശ്രീവസ്തം എന്ന് പറഞ്ഞൊരു അച്ഛന്, അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിൽ 3 വർഷം 3.5 വർഷം ഇരുന്നു. അദ്ദേഹം മാറി. എനിക്ക് 1 വർഷമായെന്ന് തോന്നി ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ അദ്ദേഹം ചാരുമൂട് ഇടവകയിലാണ്. ഈ കഴിഞ്ഞ ആഴ്ചയില് അദ്ദേഹം കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. അടൂർ ലൈഫ് ലൈൻ കുർബാന പൂർത്തീകരിച്ചില്ല. കുർബാന പകുതി വഴിയായിട്ട് അദ്ദേഹത്തെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. 3 ബ്ലോക്ക്, ഒരു മേജർ ബ്ലോക്ക്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് അദ്ദേഹം ഡിസ്ചാർജ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞാൽ ഇത് എനിക്കറിയാവുന്ന സംഭവങ്ങൾ. ഇതുപോലെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധത്തിലും അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നടന്ന, നിങ്ങളുടെ ദേശത്ത് നടന്ന അനേകം മരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ട്. മാധ്യമങ്ങളിൽ പറയുന്നത് കൂടാതെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഈ ലോകത്ത് എത്ര പേര് മാറ്റപ്പെട്ടു പോകുന്നു. അപ്പോൾ പാതി വഴിയിൽ മതിയാക്കി പോകുന്ന അനേകം പേരുണ്ട്. നിങ്ങൾക്കൊന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, 50 കഴിഞ്ഞവർ കുറെ പേര് പിടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 50 കഴിഞ്ഞവർ കുറെ പേര് ഇനി ഇതിനകത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി എത്ര ദിവസമുണ്ട്? വെറും 10,000, 10,000, 13,000 ദിവസങ്ങൾ. ഹല്ലേലൂയ. അവിടെ കണക്ക് കൂട്ടുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ അത് 8,000 ആയിരിക്കാം, ചിലരുടെ ജീവിതത്തിൽ അത് 7,000 ആയിരിക്കാം, ചിലരുടെ ജീവിതത്തിൽ 2,000 ആയിരിക്കാം, 3,000 ആയിരിക്കാം, 10,000 ആയിരിക്കാം. നമ്മുടെ പ്രായം വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോക്കിയാൽ എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ മാത്രമേ നമ്മുടെ കൺമുമ്പിലുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ കറവറ്റാതെ നിൽക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഒരപ്പന്റെ മുമ്പിൽ കുഞ്ഞിരിക്കുന്നത് പോലെ, തീയുടെ മുമ്പിൽ കാലയിലെ ചെരുപ്പൂരി മോശം എന്നതുപോലെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കഴിയുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അത് ഇവിടെ മാത്രമല്ല, നിത്യതയിലും നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന് വലിയ ശക്തിയുണ്ട്. ഇരുവായ്ത്തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചന ജല സൃഷ്ടിപ്പുകൾ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സൃഷ്ടികൾ നിന്നിൽ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നു, ഈ നേരത്തെ എന്തോ നടക്കുന്നു. ചിലരൊക്കെ ചിന്തിക്കും, ഈ ബ്രദർ അവിടെ എന്നോട് പറയും, ഈ നേരത്തെ എന്തോ നടക്കണം. ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്രവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു പ്രവചനമാണ് ഏലിശാ അവിടെ ഇങ്ങോട്ട് പ്രവചിക്കുന്നത്. നാളെ ഈ നേരത്ത് ശമരിയുടെ കവാടത്തിങ്കൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. ഇത് മനസ്സിലാക്കണമെങ്കിൽ 6-ാമത്തെ അധ്യായം വായിക്കണം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള
വേദഭാഗം വായിക്കുമ്പോൾ നമുക്കിവിടെ ഇതിന്റെ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സിറിയ രാജാവായ ബെൻഹദാദ് സൈന്യം ശേഖരിച്ച് ശമരിയ വളഞ്ഞു. അപ്പോൾ ശമരിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. സിറിയ രാജാവായ ബെൻഹദാദ് ശമരിയ പട്ടണം വളഞ്ഞു, സൈന്യത്തെ ശേഖരിച്ച് പട്ടണം വളഞ്ഞപ്പോൾ അവിടെ ശമരിയയിൽ രൂക്ഷമായ ക്ഷാമം ഉണ്ടായി. ശ്രദ്ധിക്കണമേ, ഒരു പട്ടണം വളഞ്ഞു, കോട്ട വളഞ്ഞു, അകത്തോട്ട് കയറാനും പറ്റത്തില്ല, പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല, ആകെ ക്ഷാമം. അതിന്റെ ഉള്ളിലുള്ള സകലതും ഒരു കൊള്ളയടിച്ചു. നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് യുദ്ധം നടന്നു. ഞാൻ രാജ്യങ്ങളുടെ പേര് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അവിടെ ഉപരോധം ഏർപ്പെടുത്തി. മരുന്ന് അവിടേക്ക് കടത്തിവിടത്തില്ല, ഫുഡ് കടത്തിവിടത്തില്ല, ഇന്ധനമില്ല. അപ്പൊ എല്ലാ തരത്തിലും അവരെ ഞെരുക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ നടന്നത്, സംഭവിച്ചത്. ബെൻഹദാദ് വളഞ്ഞു, അതിന്റെ ഉള്ളിലെ ശമരിയയിലെ സകലതും കൊള്ളയടിച്ചു. ആ നാട്ടിലെ ജനങ്ങൾ ഭയങ്കര ക്ഷാമത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തെ നോക്കിയാൽ ഒരു പക്ഷേ ഇതുപോലെ ആയിരിക്കും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ എന്തുമാകട്ടെ, നിങ്ങളുടെ വിഷയം നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത് ഇതുപോലൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെയും ശത്രു സൈന്യത്തിന്റെയും ഇടയിൽപ്പെട്ടതുപോലെ മുമ്പിലോട്ട് അവർക്ക് ഓടാൻ പറ്റുന്നില്ല കടല്, പിന്നിലോട്ട് പോകാൻ പറ്റുന്നില്ല ശത്രുവിന്റെ സൈന്യം അലറി വിളിച്ച് കടന്നു വരികയാണ്. അതിന്റെ ഇടയിൽപ്പെട്ട ഇസ്രായേൽ ജനത്തെ പോലെ പ്രിയപ്പെട്ടവരെ പലരും ഇന്ന് എരിഞ്ഞിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളുടെയും നടുവിൽ കിടന്നുകൊണ്ട് അവർ ഞെരുങ്ങുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയുടെ ചില വിഷയമാകാം, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയമാകും, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിന്റെ ഇടയിൽ കിടന്ന് എരിക. പുറമേ നോക്കിയാൽ നല്ല പട്ടണമാണ്, സൗന്ദര്യമുള്ള പട്ടണമാണ്, മനോഹരമായ പട്ടണമാണ് സമയം. അതുപോലെയല്ലേ പുറമേ നോക്കിയാൽ എന്തിനെങ്കിലും കുറവുണ്ടോ? നല്ല ഡ്രസ് ഉണ്ട്, നല്ല വണ്ടിയുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അകത്ത് ക്ഷാമമാണ്. പുറമേ നോക്കിയിട്ട് പലരും പറയും, മറ്റുള്ളവർ പറയും, ബന്ധുക്കൾ പറയും, ശാസ്ത്രക്കാർ പറയും, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ പറയും, അവനൊരു കുഴപ്പവുമില്ല, അവനൊരു കുഴപ്പവുമില്ല, അവിടെ കുടുംബത്തിന് ഒരു കുഴപ്പവുമില്ല. കാരണം നല്ല ഡ്രസ്സ്, നല്ല വണ്ടി, നല്ല കാറ്, നല്ല വീട്, നല്ല ജോലി. പക്ഷേ അകത്ത് ഞെരുങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, വീടിനകത്ത് ക്ഷാമമാണ്. ചിലപ്പോൾ പണത്തിന്റെ ആകാം, സമാധാനത്തിന്റെ ആകാം, ആരോഗ്യത്തിന്റെ ആകാം, എന്തുമായിക്കൊള്ളട്ടെ, അകത്തു വലിയ ക്ഷാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? പുറത്ത് ശത്രു വളർന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് ഈ ചുഴലിക്കാറ്റിനകത്തു പെട്ടതുപോലെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുഴലിക്കാറ്റിന്റെ പ്രത്യേകത എന്താ? ഒരു വസ്തു ചുഴലിക്കാറ്റിനകത്ത് പെട്ടുപോയാൽ അതിനകത്തിങ്ങനെ വട്ടം ചുറ്റിക്കും. ഹല്ലേലൂയ. ഒരു തരത്തിലും പുറത്തു പോകാൻ പറ്റത്തില്ല. ഇതേ അവസ്ഥയിലൂടെ മനുഷ്യൻ ഇന്ന് കടന്നു പോവുകയാണ്. ജീവിതം ഒന്ന് പരിശോധിക്ക്. ഈ ചുഴലിക്കാറ്റിന്റെ അനുഭവമാണോ എന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടിട്ടിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ലക്ഷ്യത്തിൽ എത്തിക്കാതാക്കുന്ന ശത്രുവിന്റെ ഒരു പ്രതികൂലമാണ് ചുഴലിക്കാറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാതെ
ആക്കുന്ന ശത്രുവിന്റെ ഒരു വലിയ പ്രതികൂലമാണ് ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 2-2.5 മണിക്കൂർ കൊണ്ട് മറുകര എത്തേണ്ട പടക് വെളുപ്പിനെ 4 യാമമായിട്ട്, അതായത് വെളുപ്പാങ്കാലമായിട്ടും അവർ നടുക്കടലില്ല. അവർ യാത്ര ആരംഭിച്ചിടത്തു നിന്ന് 2-2.5 മണിക്കൂർ മതി മറുകര എത്താൻ. പക്ഷേ 4 യാമമായിട്ടും അവർ നടുക്കടലിൽ കിടക്കുക. മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കൂട്ടായ്മ കൂടുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് ഇറങ്ങി. ആകെ പിരിമുറുക്കത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചുഴലിക്കാറ്റിന്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയാണോ? അതെ, ഇതുപോലെ ക്ഷാമത്തിലൂടെ നീ കടന്നു പോവുകയാണോ? നാളെ ഈ നേരത്ത് നിന്റെ വീട്ടിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ പ്രശ്നത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വെറും ഒരു ക്ഷാമമല്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു, വെറും ഒരു ക്ഷാമമല്ല, ക്ഷാമത്തിന്റെ അടുത്തൊരു സ്റ്റേജ് നമുക്കവിടെ കാണാൻ കഴിയും. എന്താണ്? ഒരു കഴുതത്തലയ്ക്ക് 8 ശെക്കൽ വെള്ളിയും 1/4 കപ്പ് കാട്ടുള്ളിക്ക് 5 ശെക്കൽ വെള്ളിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിന്റെ വേറൊരു വേർഷൻ വായിച്ചപ്പോൾ അതിനകത്ത് കാട്ടുള്ളി എന്നല്ല, 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 ശെക്കൽ വെള്ളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഹോദരങ്ങൾ നോക്കിക്കേ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ പ്രാകാഷ്ഠവും കാട്ടുള്ളിയും കഴുതത്തലയൊക്കെ ഭക്ഷിക്കുക എന്ന് പറയും? ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ലേ, ആന മെലിഞ്ഞാൽ തൊഴുത്തി കിട്ടും. ഹല്ലേലൂയ. ഇവിടെ നാട്ടിൽ ഒരു ചൊല്ലില്ലേ, ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടത്തില്ല. ഹല്ലേലൂയ. എത്ര പട്ടിണിയാണെങ്കിലും മുട്ട് കുറുക്കി വിടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കിക്കേ, കഴുതത്തലയ്ക്ക്, ആർക്കും വേണ്ടാത്ത കഴുതത്തലയ്ക്ക് 8 ശെക്കൽ വെള്ളി, പ്രാവിന്റെ കാഷ്ടത്തിന് അല്ലെങ്കിൽ കാട്ടുള്ളിക്ക് 5 ശെക്കൽ വെള്ളി. ഹല്ലേലൂയ. ക്ഷാമം അടുത്തൊരു സ്റ്റേജ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തായിരുന്നു മനസ്സിലാക്കുന്നത്? നമുക്ക് മൂല്യമില്ലെന്ന് പറഞ്ഞ പലതിന്റെയും മൂല്യം ശത്രു ഉയർത്തി കാണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമേ. നിങ്ങൾ ഉറങ്ങില്ലേ പ്രിയപ്പെട്ടവരെ? ഇത് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മൂല്യമില്ലെന്ന് പറഞ്ഞ, അതായത് നമ്മൾ പ്രാർത്ഥനയിലേക്ക് വന്നപ്പോൾ, നമ്മൾ ആരാധനയിലേക്ക് വന്നപ്പോൾ, നമ്മൾ ദൈവഭാവത്തിലേക്ക് അടുത്തപ്പോൾ, ദൈവവചനത്തിലേക്ക് അടുത്തപ്പോൾ പലതും നമ്മൾ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡികമായ ജീവിതം നമ്മൾ ഉപേക്ഷിച്ചു. കൽപ്പനയ്ക്ക് വിരുദ്ധമായത് പലതും നമ്മൾ ഉപേക്ഷിച്ചു. ഇരുട്ടിന്റെ പ്രവൃത്തികൾ പലതും നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നോക്കിയിട്ട് ഒരു പ്രതികൂലം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ ശത്രു പല ഉപേക്ഷിച്ച പലതിന്റെയും മൂല്യം ഉയർത്തി കാട്ടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പണ്ട് പലതും നമ്മൾ അയ്യേ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ശത്രു ഒന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അതിന്റെ മൂല്യം ഉയർത്തി കാട്ടുക, നമുക്ക് ടെംപ്റ്റേഷൻ തരുക. ഹല്ലേലൂയ. പഴയത് സ്വീകരിക്ക, നീ തിരിച്ചുപോ. നീ എന്തായി പ്രതികൂലം നിനക്കുണ്ടായേ? നിനക്ക് എന്തായി പ്രശ്നം ഉണ്ടായേ? നീ അന്ന് അങ്ങനെ പോയപ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നീ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നീ അന്ന് ആ വഴിയിലൂടെ പോയപ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ നിനക്കിത്? നീ തിരിച്ചു പോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ, വചനപ്രകാരം നടക്കുന്നവനെ,
തകർക്കുവാൻ ശത്രു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണല്ലോ. മടങ്ങിപ്പോകുവാൻ, പഴയതിലേക്ക് തിരിച്ചു പോകുവാൻ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവാരൂപി പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ പഴയത് നമ്മൾ ഉരിഞ്ഞു കളയുകയാണ്, പഴയ മനുഷ്യനെ മാറ്റുകയാണ്, പുതിയ യേശുക്രിസ്തുവിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയാവുകയാണ്. അപ്പോൾ പിശാച് പറയും, നീ പഴയത് കൊടുക്ക്, നീ പഴയത് സ്വീകരിക്ക്, നിനക്ക് ഞാൻ അത് തരാം, ഈ പ്രശ്നം മാറും. അതേ പ്രിയപ്പെട്ടവരെ, കാട്ടുള്ളിയും കഴുതത്തലയും അതിന്റെ മൂല്യത്തെ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനുഷ്യനെ പൂർണ്ണമായി ഒഴിഞ്ഞു കളഞ്ഞു മുമ്പോട്ട് കടന്നു പോകുന്നതാണ്. എത്ര മൂല്യം ശത്രു ഉയർത്തി കാണിച്ചാലും ഞാൻ എന്റെ ദൈവത്തെ വിട്ടുപോകത്തില്ല, ഞാൻ എന്റെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല, ഞാൻ എന്റെ കർത്താവിന്റെ ഹിതത്തിൽ നിന്ന് മാറത്തില്ല എന്ന തീരുമാനമെടുത്തവർ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ശത്രു വളയുമ്പോൾ ക്ഷാമം കൊണ്ടുവന്നു, അടുത്തതവൻ മൂല്യം ഉയർത്തി, ഇങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് പോയി. ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ വായിക്കുമ്പോൾ 26 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഇസ്രായേൽ രാജാവ് കോട്ടയുടെ മുകളിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, പ്രഭോ ഞങ്ങളെ സഹായിക്കുന്നില്ലേ? അപ്പോൾ രാജാവ് പറയുന്നു, ദൈവം നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, ഇവൾ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുവരിക, ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം, നാളെ എന്റെ മകനെ ഭക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവരിക, നമുക്ക് അവനെ തിന്നാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു. അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു. ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്നു. നോക്കുകയും അടുത്തൊരു സ്റ്റേജ് നോക്കി, ഈ ക്ഷാമം അടുത്തൊരു സ്റ്റേജിലേക്ക് പോയി. മകനെ പുഴുങ്ങി തിന്നുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിക്കുമ്പോൾ ഈ ക്ഷാമം പിടിച്ചിരിക്കുന്നത് തലമുറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തികത്തെ കെടുപ്പിടിച്ചു. അനുദിന ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം ശത്രു കെടുപ്പിടിച്ച് അതിനെ മുടക്കി. മൂന്നാമതായിട്ട് അത് പിടിച്ചിരിക്കുന്നത് തലമുറയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പകൽ നാം വളരെ ചിന്തിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു തലമുറയെ തൊടാതെ വണ്ണം. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ ഈ ലോകത്ത് പടഞ്ഞു കുത്തിയ ലോകത്ത്, സുഖങ്ങളുടെ ലോകത്ത് തലമുറകൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 2 അമ്മമാരുടെ വർത്തമാനമാണ്. ഒരമ്മ പറയുന്നു, 2 അമ്മമാര് നമ്മൾ തീരുമാനിക്കുന്നു, ഇന്ന് ഞാൻ എന്റെ മോനെ പുഴുങ്ങാം, നമുക്ക് ഭക്ഷിക്കാം, നാളെ നിന്റെ മോനെ കൊണ്ടുപോകാം. അങ്ങനെ പറയുക മാത്രമല്ല, അവർ ചെയ്തു, അവർ ഭക്ഷിച്ചു. പിറ്റേ ദിവസം മറ്റേ അമ്മ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൾ ആ അമ്മയെ മകനെ കുളിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ നോക്കുക, ഈ അമ്മമാരുടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ ക്ഷാമത്തിന്റെ ആ അല്ലെങ്കിൽ ആ രൂക്ഷത എത്ര വലുതാണ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇതാ വല്ലാത്തൊരു പിരിമുറുക്കം. നോക്കിയേ, ക്ഷാമം വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക.
ശത്രുക്കളെ ഒന്നിനു മുകളിൽ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതാണോ ഇന്ന് നിന്റെ കുടുംബത്തിൽ നടക്കുന്നത്? ഹല്ലേലൂയ. ചിന്തിക്കണമേ. നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഉപവസിക്കുന്നുണ്ട്, നീ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, നീ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്നൊന്നായിട്ട് നിന്നെ അടിച്ചുകൊണ്ടിരിക്കുവാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ ഉറവിടം നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ തലമുറയെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണം. ഓരോ പ്രഭാതത്തിലും മുദ്രയിടണം. പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മൾ മുദ്രയിടണം. ദൈവം യോബിന്റെ ഭവനത്തെ സാത്താൻ യോബിനോട് എന്താ പറഞ്ഞത്? ഞാൻ എങ്ങനെ അവനെ തൊടും? നീ അവന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുവല്ലേ. സാത്താൻ പറയുക, ഞാൻ എങ്ങനെ അവനെ തൊടും? അതേ, തലമുറയെ തൊടാതിരിക്കത്തക്കവണ്ണം കർത്താവ് നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ആ രക്തം കൊണ്ട് സീൽ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ തലമുറയെ മുദ്രയിടണം. നമ്മുടെ തലമുറകളെ നമ്മൾ മറയ്ക്കണം. ഒരു ശത്രുവും തൊടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം കാണുന്നു. രാജാവിന്റെ അടുക്കമെന്ന് അവൾ ചോദിക്കുന്നേ, രാജാവേ ഞങ്ങളെ സഹായിക്കണം. രാജാവ് പറയുന്ന ആൻസർ എന്താ? ദൈവം സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ സഹായിക്കും? എന്റെ കയ്യില് എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും പറ്റുന്ന കുഴപ്പങ്ങൾക്കില്ല. നമ്മൾ സഹായം ചോദിക്കുന്നത് മനുഷ്യനോട്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സഹായം ചോദിക്കുന്നത് മനുഷ്യനോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ രാജാവല്ലേ, കൊട്ടാരമല്ലേ, ഒന്നിനോടെ കുറവുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഈ രാജാവ് എന്താ പറയുന്നേ? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതുപോലല്ലേ പലരും പറയുന്നേ, ഞാൻ എങ്ങനെ സഹായിക്കും, ഞാൻ എങ്ങനെ നിന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ ആകെ പ്രശ്നത്തില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. സംഗീതം എന്താ പറഞ്ഞത്? ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതി രാജാവായ കർത്താതി കർത്താവായ ദൈവത്തിന്റെ പൊൻമുഖത്തേക്ക് നോക്കിയാൽ അവന് സഹായിക്കാൻ കഴിയും. അവനും മാത്രമേ കഴിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാഗം വായിച്ചു പോകുമ്പോൾ വീണ്ടും നമുക്ക് 32-ാമത്തെ വാക്യത്തിൽ, 6-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് ഒരാളെ എലീശയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രാജ്യത്ത് ഒരു പ്രവാചകനുണ്ട്. ഏലിയാവിന്റെ ഇരട്ടി പങ്ക് ശക്തി പ്രാപിച്ച എലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആ രാജ്യത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കാം, പ്രവാചകൻ ഏലിയാവിന്റെ ഇരട്ടി പങ്കുള്ള പ്രവാചകൻ ഈ രാജ്യത്തുണ്ടായിട്ടാണോ ഈ രാജ്യത്ത് ക്ഷാമം? ഹല്ലേലൂയ. ചിലങ്ങനെ ചോദിക്കും, പ്രാർത്ഥിക്കുന്ന അപ്പൻ നിന്റെ വീട്ടിൽ ഉണ്ടായിട്ടാണോ എനിക്ക് പ്രശ്നം? പ്രാർത്ഥിക്കുന്ന അമ്മ ഉണ്ടായിട്ടാണോ നിനക്ക് ഈ വിഷയം? നീ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നീ പ്രാർത്ഥിക്കുന്നവളാണല്ലോ, എന്തായി കുഴപ്പം? എന്നോടൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നീ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ടല്ലോ, എന്താ എന്നിട്ട് നിനക്ക് ഈ പ്രശ്നമാണല്ലോ? ഏലിയാവിന്റെ ഇരട്ടി പങ്കുള്ള എലീശ ആ നാട്ടിൽ, ആ പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് ചില പ്രവൃത്തികൾ വെളിപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എലീശ ഇരട്ടി പങ്കുള്ള എലീശ രാജ്യത്തുണ്ടായാലും ശത്രു വളഞ്ഞാൽ അവിടെ ക്ഷാമമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു, ഈ പടനായകനെ 33-ാമത്തെ വാക്യം രാജാവ് ഒരു പടനായകനെ അങ്ങോട്ട് പറഞ്ഞയക്കുക.
ആ പടനായകനോടാണ് ഏലിശ പറഞ്ഞത്, നാളെ ഈ നേരത്ത് ശമരിയുടെ കവാടത്തിങ്കൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ഗോതമ്പ് 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. 7:1 നമ്മൾ വായിച്ചു കേട്ടത്. രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ പടനായകനോട് ഏലിശ ഇത് പറഞ്ഞപ്പോൾ പടനായകൻ ഏലിശയോട് പറയുകയാണ്, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലും മൊത്തം തുറന്നാലും ഇത് നടക്കും. ഈ പടനായകൻ പ്രവാചകനോട് ചോദിക്കുക, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലും മൊത്തം അങ്ങോട്ട് തുറന്നാലും ഇത് സംഭവിക്കും. കാരണം ഒരു വ്യക്തിക്കല്ല, ഒരു കുടുംബത്തിനല്ല, ഒരു പട്ടണം മുഴുവൻ പട്ടിണിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പലപ്പോഴും ഇതുപോലെ കേട്ടിട്ട് ഇത് നടക്കത്തില്ല. ചുമ്മാ പറഞ്ഞ വചനം തന്നെ ആമേൻ പറയും, നമുക്ക് വിശ്വാസമില്ല. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ പറഞ്ഞു ഇത് മാറത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞു ഇനി കുട്ടികൾ ഉണ്ടാകത്തില്ല. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇത് ഇന്നതാണെന്ന്, അതിനി മാറത്തില്ല. അല്ലെങ്കിൽ ജോലിയിൽ എങ്ങനെ സംഭവിക്കും? നമ്മൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ചോടൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ പടനായകനെ പോലെ നമ്മൾ ആകരുത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, ദൈവവചനം പാലിക്കുന്ന ദൈവമക്കൾ ഈ പടനായകനെ പോലെ ആകരുത്. നാളെ ഈ നേരത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ദൈവം ചോദിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഞാൻ പ്രവർത്തിക്കും, അതാര് തടുക്കും? ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? ഏലിശ അതിനൊരു മറുപടി പറഞ്ഞു, നീ സ്വന്തം കണ്ണുകൊണ്ട് കാണും, നീ അതിന് ഭക്ഷിക്കുന്നു. ഇതാ ഈ പടനായകനോട് പറയുകയാണ്, നീ സ്വന്തം കണ്ണുകൊണ്ട് കാണും, പക്ഷെ നീ അത് ഭക്ഷിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ, എന്താണ് അതിന്റെ അർത്ഥം? ഒരു പട്ടണം മുഴുവൻ സന്തോഷിക്കുമ്പോൾ നീ അതിന് തിന്നത്തില്ല. തൂന്നിന് വിരുദ്ധമായി നെഗറ്റീവായി പറഞ്ഞവൻ, അവന്റെ ഈ ഒറ്റ ചോദ്യത്തിന് മറുപടി എന്താണ്? ഒരു പട്ടണം മുഴുവൻ സന്തോഷിക്കുമ്പോൾ അല്ലയോ പടനായക, നീ ഇതിന് തിന്നത്തില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റെടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. ആമീൻ പറയണം. വായിച്ചിട്ട് നമ്മൾ ആമീൻ പറയണം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും, നീ അനുഭവിക്കും. ആമേൻ. നിന്റെ ഭാര്യ ഭവനത്തിൽ പരസ്പർദ്ധമായും കുന്തിരിവള്ളി പോലെ, നിന്റെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് വെച്ച് ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ആമേൻ പറയണം. സിയോനിൽ എന്നേക്കും നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ പറയണം. മക്കളെയും മക്കളെ മക്കളെയും കാണുവാൻ ദൈവം നിനക്ക് ദീർഘായുസ്സ് തരും. ആമേൻ പറയണം. യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമേൻ. ഞാൻ കാണുക മാത്രമല്ല, ഞാനത് അനുഭവിക്കും. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. അല്ലാതെ ഈ പടനായകനെ പോലെ നിരസിക്കുന്നവരായി ചെയ്യുന്നത്. ഇതെങ്ങനെ നടക്കുമെന്ന് നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ദൈവപ്രവർത്തികൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിൽ ഇരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം സ്മരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്തിന്?
നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും. ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവിൻ, നമുക്ക് സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവർ ജീവനെ രക്ഷിച്ചാൽ നാം ജീവിക്കും, അവർ കൊന്നാൽ നാം മരിക്കും. നോക്കിയേ, 4 കുഷ്ഠരോഗികൾ അവർ തീരുമാനമെടുക്കുകയാണ് പാളയത്തിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രതീക്ഷിക്കാത്തവർ. നോക്കിയേ, കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത് പാളയത്തിലാണ്, പുറത്താണ്. ഹല്ലേലൂയ. അവർക്ക് ജനത്തിന്റെ ഇടയിലേക്ക് പോകാൻ പറ്റത്തില്ല. ജനം അവരെ അംഗീകരിക്കത്തില്ല. നോക്കിക്കേ, പാളയത്തിന് പുറത്ത് ജീവിക്കുന്നവർ. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത വിടുതൽ കടന്നു വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വിടുതൽ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് വിടുതൽ വരുന്നത്. നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരാളെ നോക്കിയിരിക്കുമോ, അവൻ നല്ല ജോലി, അവനെ സഹായിക്കും, അവനെ സഹായിക്കും, അല്ലെങ്കിൽ ചില ഇതിലേക്ക് നമ്മൾ നോക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ആയിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്നായിരിക്കത്തില്ല ദൈവത്തിന്റെ വിടുതൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ പ്രവചിച്ചത് ഏലിശായാണ്. ഹല്ലേലൂയ. എന്നാൽ വിടുതൽ കൊണ്ടുവന്നത്, വിളിച്ചു പറഞ്ഞത് 4 കുഷ്ഠരോഗികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ പ്രവചിച്ചത് ഏലിശാ പ്രവാചകനാണ്. പക്ഷേ വിടുതൽ വിളിച്ചു പറഞ്ഞ വിടുതലിന്റെ മറുപടി കൊണ്ടുവന്നത് 4 കുഷ്ഠരോഗികളാണ്. നാം മനസ്സിലാക്കണം, എത്ര നിസാരമെന്ന് കരുതുന്നതിന് ദൈവത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു 4-ാമത്തെ വാക്യത്തില് സുഭാഷിതങ്ങൾ കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. കർത്താവ് സൃഷ്ടിച്ചത് ഓരോന്നിനെയും അതിന്റെ ലക്ഷ്യത്തോടു കൂടിയാണ്. കാക്ക ഏലിയാവിന് ആഹാരം കൊണ്ട് കൊടുത്തു. നമ്മൾ ആരും കാക്കയെ വളർത്താറില്ല. കാക്കയെ കാണുമ്പോഴും നമുക്ക് അറമ്പ. ഹല്ലേലൂയ. പക്ഷെ കാക്കയെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ, അതിന്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കഴുത നിലയാമിന്റെ കണ്ണു തുറന്നു. പുഴു യോനായെ ദൈവത്തിന്റെ മനസ്സലിവിന്റെ ആഴം പഠിപ്പിച്ചു. കോഴി യേശു കർത്താവ് പറഞ്ഞതിനെ പത്രോസിനെ ഓർമ്മപ്പെടുത്തി. ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അത് നിശ്ചിത ലക്ഷ്യത്തോട് കൂടെയാണ്. എന്നെയും സൃഷ്ടിച്ച ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രിയപ്പെട്ടവരെ, 4 കുഷ്ഠരോഗികൾ തീരുമാനമെടുത്തു. എന്താ? നമുക്ക് പോകാം പാളയത്തിലേക്ക്, നമുക്ക് എഴുന്നേക്കാം, പോകാം. അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ എന്തായാലും പട്ടിണി കിടന്ന് വരില്ല. അപ്പൊ നമുക്ക് അവിടെ പോയി അവർ പിടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഭക്ഷിച്ചിട്ട് മരിക്കാം. ഇല്ല, അവർ തന്നില്ലെങ്കിൽ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കാം. അപ്പോൾ ഏതായാലും മരണം ഉറപ്പാം. ഒന്നിനെ തിന്നിട്ട് മരിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് വെട്ടുകൊണ്ട് മരിക്കാം. ഹല്ലേലൂയ. വിടുതൽ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, വിടുതൽ കൊണ്ടുവരുന്നത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മൾ നനയ്ക്കുന്നത് പോലെയും അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നാം വായിക്കുമ്പോൾ 7-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ദൈവം ചെയ്ത പ്രവൃത്തി, കുതിരകളും രഥങ്ങളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു,
ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തു വരുന്നു. നോക്കുകയെ ദൈവത്തിന്റെ പ്രവൃത്തി. അവിടെ യുദ്ധം ചെയ്തില്ല, സൈന്യം ഇറങ്ങിയില്ല, ആരവം കേൾപ്പിച്ചു. ഹല്ലേലൂയ. ശമരിയ പട്ടണം വളഞ്ഞിരിക്കുന്ന എന്ന ശത്രു സകലതും കൊള്ളയടിച്ചു. പട്ടണം ക്ഷാമത്തിലൂടെ സ്റ്റേജ് 1, 2, 3 ഈ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാ. ഇതാ നോക്കിക്കേ, ദൈവം അവരെ ആരവം കേൾപ്പിച്ചു, ഒരു വലിയ സൈന്യത്തിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നോക്കിക്കേ, അവിടെ ദൈവത്തിന്റെ സൈന്യം ഇറങ്ങിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം 2-ാം പുസ്തകം വായിക്കുമ്പോൾ 5-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവം ദാവീദിനോട് പറയുന്നു, ആ മൾബറി തോട്ടത്തിന്റെ അവിടെ നീ നിൽക്കണം. ആ മൾബറിയുടെ ശിഖരത്തിലൂടെ ഒരു സൈന്യത്തിന്റെ മാർച്ച്, ആ ശബ്ദം നീ കേൾക്കുക. അപ്പോ നീ പൊക്കോണം യുദ്ധം ചെയ്യാൻ. നിനക്ക് അവരെ തനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനോട് ദൈവം പറയുക, ആ മൾബറിയുടെ മുകളിലൂടെ, അതിന്റെ ശിഖരങ്ങളിലൂടെ ഒരു സൈന്യത്തിന്റെ മാർച്ച് നീ കേൾക്കും. അപ്പോൾ നീ ഇറങ്ങിക്കോണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്ന പൈതലാണോ? ദൈവ വചനം പ്രമാണിക്കുന്ന പൈതലാണോ? നീ പ്രാർത്ഥിക്കുന്ന പൈതലാണോ? നീ ആരാധിക്കാൻ മടിയില്ലാത്ത ദൈവ പൈതലാണോ? ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞിട്ടില്ലാത്ത ദൈവ പൈതലാണോ? ദൈവം പറയുന്നു, എനിക്കൊന്നും അസാധ്യമല്ല, എനിക്ക് എന്തെങ്കിലും കഴിയാത്തതായിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷേ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ അറിയുന്നില്ല. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്കെതിരെ വരുന്ന ശത്രുവിനെ, ചിലതിനെ ഈ ആരവം കേൾപ്പിച്ച് ദൈവം ഓടിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ നിന്നെ ഉറക്കം മരണമായി മാറാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണദൂതൻ വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഈ ആരവം അവനെ കേൾപ്പിക്കുന്നത് നീ അറിയുന്നില്ല. ഹല്ലേലൂയ. നീ കാർ ഡ്രൈവ് ചെയ്ത് പോവുക. ഹല്ലേലൂയ. നീ കാർ ഓടിച്ചു പോവുക. പക്ഷേ നിനക്കെതിരെ വരുന്ന ചിലതിനെ ഈ ആരവം ദൈവം കേൾപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മിടുക്കല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജോലി ചെയ്യാനിരിക്കുന്നു, നീ എല്ലാം സുസ്ഥിത ചെയ്യുന്നു. എങ്ങനെ ചെയ്തു എന്ന് നിനക്ക് അറിയുന്നില്ല. പക്ഷെ നിന്റെ ജോലിയെ നിന്നെ തകർക്കാൻ ശത്രു വരുമ്പോൾ ആ ശത്രുവിനെ ദൈവം ഈ ആരവം കേൾപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, ശിഥിലമാക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ വരുന്ന ശത്രുവിനെ ദൈവം ഈ ആരവം കേൾപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇത് മനസ്സിലാക്കണം. നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് വരണം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, നീ വചനം കേട്ട് ഈ വചനത്തിന് ആമീൻ പറഞ്ഞ് അവനോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ, അവന്റെ പാതയിലൂടെ നടക്കുമ്പോൾ ഇതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പോകുമ്പോൾ, നീ അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് പോകുമ്പോൾ നിന്നെ തകർക്കാൻ നിന്റെ വട്ടം കൂടുന്ന ചിലവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണാത്ത മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. ഹല്ലേലൂയ. നിന്റെ തലമുറയെ പിടിക്കാൻ വരുന്ന ചില ശക്തികളുണ്ട്, ചില ആഭിചാരത്തിന്റെ ശക്തികളുണ്ട്. ഹല്ലേലൂയ. ചില നേർച്ചകളുടെ ശക്തികളുണ്ട്, ചില നിലവിളികളുടെ ശക്തികളുണ്ട്, ചില കണ്ണുനീരിന്റെ ശക്തികളുണ്ട്. ആമേൻ. മനുഷ്യരും പിശാചും തമ്മിലുള്ള ചില എഗ്രിമെന്റുകളുണ്ട്, ചില കരാറുകളുണ്ട്, ചില കൈയെഴുത്തുകൾ
വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നും പകൽ നീ അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നീ പോകുമ്പോൾ നിന്നെ തൊടാൻ വരുന്നവനെ ആരവം കേൾപ്പിച്ച് ഓടിപ്പിക്കുന്ന ഒരു ശക്തി. ഹല്ലേലൂയ, ശക്തികളോടും വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ മഹാസൈന്യത്തിന്റെ ആരവം കേൾപ്പിച്ച ചേതനെ ഓടിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളത് അറിയുന്നില്ല, പക്ഷെ നമ്മൾ തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ നോക്കിക്കേ, ഒരാരവം കേൾപ്പിച്ചപ്പോൾ സൈന്യം ജീവനം കൊണ്ടുകൂടി. അപ്പൊ ദൈവത്തിന്റെ സൈന്യം ഇറങ്ങിയാൽ എന്തായിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കിലേക്ക് സ്വർഗത്തിന്റെ സൈന്യം ഇറങ്ങി. ഒരു ദൂതൻ അശൂരിന്റെ പാളയത്തിലൂടെ ഒരു മിന്നൽ പോലെ പോയപ്പോൾ 1,85,000 വെട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സൈന്യം ഇറങ്ങിയത് എന്തുവാ? ഹല്ലേലൂയ. ഇവിടെ 15-ാമത്തെ വാക്യം 7:15 പറയുന്നു, ശത്രു ഓടിപ്പോയ വഴി ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ, ആയുധങ്ങൾ വഴിനീളെ ചിതറിക്കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആരവം, ആ സൈന്യത്തിന്റെ ആരവം കേട്ട് ശത്രു ഓടിയപ്പോൾ അവർ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ, ആയുധങ്ങൾ എല്ലാം പോയ വഴി കിടക്കുക, ചിതറി കിടക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കണം, നിന്നെ ഇതുവരെ തകർക്കാനും മുടിക്കാനും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച സകല ശത്രുവിനെയും ദൈവം ഇന്ന് ആരവം കേൾപ്പിക്കും. ഹല്ലേലൂയ. നാളെ ഈ നേരത്ത് എന്റെ വീട്ടിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യം, ഈ കുഷ്ഠരോഗികൾ ഭക്ഷിച്ചു പാനം ചെയ്തു വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ എടുത്ത് ഒരു ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അവര് തിന്നു, അവര് ഭക്ഷിച്ചു. അവർ എന്നപ്പോ സൈന്യമൊന്നുമില്ല, അവരുടെ ശൂന്യമായിട്ട് കിടക്കുക. അപ്പൊ അവരവിടുന്ന് ചെന്ന് ഇഷ്ടം പോലെ അവർ തിന്നു. അവര് തിന്നിട്ട് അവര് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവിടുത്തെ സ്വർണവും അതും ഇതും എല്ലാം എടുത്ത് അവർ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അവര് പരസ്പരം പറയുകയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. സത്വാർത്തയുടെ ദിവസമാണ്. പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ കൊട്ടാരത്തെ വിവരം അറിയിക്കാം. പ്രിയപ്പെട്ടവരെ, സത്വർത്തമാനം വിളിച്ചു പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന അനുഗ്രഹം, നമുക്ക് കിട്ടുന്ന ആ വിടുതൽ, നമുക്ക് കിട്ടുന്ന ദൈവിക ആനന്ദം നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറയണമെന്നല്ല, നമ്മുടെ മുമ്പിൽ അതിനുള്ള ആൾക്കാരെ കൊണ്ടുവരും, നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മൾ മൂടി വെക്കുന്നവരായിട്ട് ദൈവം മാറരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രസംഗനായ D.L. മൂഡി, അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രസംഗം കഴിഞ്ഞ്, യോഗം കഴിഞ്ഞ് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് വന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നിനക്ക് ഫുഡ് വേണമെന്ന ആളിനോട് നീ എന്നെ കുറിച്ച് പറയാം. അദ്ദേഹം D.L. മൂഡി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന് പകല് 4 യോഗങ്ങളിൽ പ്രസംഗിച്ചതാണ്. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ അവശനായി, ഞാൻ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് നാളെ
കാലത്ത് പറയാം. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഡിയൽ മോഡിയോട് പറയുക, അല്ല ഇന്ന് ഇപ്പോൾ നീ എന്നെ കുറിച്ച് നമ്മളോട് പറയണം. അപ്പോഴും ഡിയൽ മോഡി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ ഞാൻ ക്ഷീണിതനാണ് എന്നാണ്. ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോറിന് മുട്ടി ഒരു ചെറുപ്പക്കാരനകത്തേക്ക്. അവൻ ഫുഡ് കൊണ്ടുവച്ചിട്ട് അവൻ ചോദിച്ചു, സാർ ഇനി എന്തെങ്കിലും വേണോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോഴും കർത്താവ് ഡിയൽ മോഡിയോട് പറയും, നീ അവനോട് എന്നെ കുറിച്ച് പറ. അപ്പോഴും ഡിയൽ മോഡി പറയുന്ന, കർത്താവേ ഞാൻ ക്ഷീണിതനാണ്. അവൻ പുറകോട്ട് നടന്നു, തിരിച്ചു നടന്നു. 2 ചുവട് വെച്ചിട്ട് അവൻ തിരിഞ്ഞിട്ട്, സാർ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. സാറിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അവൻ പോയി. ഈ ഇദ്ദേഹം ഭക്ഷണം കഴിച്ച് അദ്ദേഹം വിശ്രമിച്ചു. അതികാലത്ത് എഴുന്നേറ്റ് റിസപ്ഷനിൽ ചെന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് വേണ്ടി റൂം സർവീസ് ചെയ്ത ആ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണും. അപ്പൊ അവർ ചോദിച്ചു, സാർ എന്താണ്, അവൻ വല്ല മോശമായിട്ട് വല്ലതും പെരുമാറിയോ? ഇല്ല, എനിക്ക് അവരോട് യേശുവിനെ കുറിച്ച് പറയും. അപ്പോൾ അവർ പറഞ്ഞു, സാർ വളരെ വൈകി, കഴിഞ്ഞ രാത്രി 12 മണിക്ക് ശേഷം അവൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ. ഡിയൽ മോഡി പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം തന്റെ ഫ്ലാറ്റിലേക്ക് ഓടിയിട്ട് താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് കയറിയിട്ട് അലറിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നാളെ ന്യായവിധിയുടെ സമയത്ത് 1000 പേര് വരിവരിയായിട്ട് നിശ്ചിതയിലേക്ക് നടന്നു പോകുമ്പോൾ അവർ പറയും, ഡിയൽ മോഡിയുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടിയത്, എനിക്ക് ഈ നരകം ഒഴിവായി കിട്ടിയത്. അങ്ങനെ പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ നിശ്ചിതയിലേക്ക് നടന്നു പോകുമ്പോൾ നിരാശയോടെ, വേദനയോടെ, കണ്ണുനീരോടെ തല താഴ്ത്തി നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരനുണ്ട്. അവൻ എന്നെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട്, അല്ലയോ ഡിയൽ മോഡി, ഞാൻ ഭാരപ്പെട്ട്, ഞാൻ നിരാശപ്പെട്ട്, ഞാൻ വേദനിച്ച്, ആരും എന്നെ സഹായിക്കാനില്ലാതെ ഞാൻ അവസാനമായി കണ്ടത് നിന്നെയാണ്. നീ അനുഭവിച്ച, അല്ലെങ്കിൽ നിനക്ക് സമാധാനം തന്ന, നിനക്ക് സന്തോഷം തന്ന, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച യേശുവിനെ കുറിച്ച് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഈ നരകത്തിൽ നിന്ന് ഈ നരകം ഒഴിവായി കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ലക്ഷങ്ങളെ സ്വർഗത്തിനു വേണ്ടി നേടിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഈ ചെറുപ്പക്കാരനെ എന്റെ മേലെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ലക്ഷങ്ങളെ സ്വർഗത്തിനു വേണ്ടി നേടിയത് കൊണ്ട് എന്ത് പ്രയോജനം? ദൈവം നമുക്ക് സമാധാനം തരുമ്പോൾ, ദൈവം നമുക്ക് സന്തോഷം തരുമ്പോൾ, ദൈവം നമുക്ക് ആനന്ദം തരുമ്പോൾ, വിടുതൽ തരുമ്പോൾ നമ്മൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സദ്വാർത്ത പറയുന്നവരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വേഗം പോവുക. എലീശായി കൂടെ എന്ന് ദൈവം കേൾപ്പിച്ചോ, അത് തന്നെ പിറ്റേ ദിവസം കാണുകയാണ്. Praise the Lord. Hallelujah. എലീശായി കൂടെ ദൈവം എന്താണോ കേൾപ്പിച്ചത് അത് തന്നെ പിറ്റേ ദിവസം കാണുന്നു. 2 രാജാക്കന്മാർ 7, 17, 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജാവ് തന്റെ അംഗരക്ഷകനെ പടിവാതിക്കൽ ചുമതലയേൽപ്പിച്ചു. പടിവാതിക്കൽ തിങ്ങിക്കൂടിയ ജനം അവൻ മരിച്ചു. ഹല്ലേലൂയ. ശമരിയയുടെ പടിവാതിക്കൽ ഒരു ശെക്കലിന് എലീശ പറഞ്ഞതുപോലെ കൊടുക്കുക. രാജാവ് ഈ പടനായകനെയാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചത്. നമുക്കറിയാം, ഒരു പട്ടണം മുഴുവൻ ക്ഷാമത്തിലായിരുന്നു. ക്ഷാമത്തിന്റെ സ്റ്റേജ് നമ്മൾ കണ്ടു. കഴുതത്തലയും പ്രാക്കാഷ്ടവും കഴിക്കുന്ന ഒരു സ്റ്റേജ്, മക്കളെ പുഴുകി തിന്നുന്ന ഒരു സ്റ്റേജ്. ആ സ്റ്റേജ് വരെ എത്തി ജനം അവിടെ തിങ്ങിക്കൂടുകയാണ്, ഫുഡിന് വേണ്ടി തിങ്ങിക്കൂടുക. നോക്കിക്കേ, ഇവിടെ ആ പടനായകൻ മാത്രം മരണപ്പെടും. എന്താണ് സംഭവിച്ചത്? ചവിട്ട് കൊണ്ട് അവൻ മരിക്കുന്നു. ഏശാ എന്താ പറഞ്ഞത്?
നീ കണ്ണുകൊണ്ട് കാണും, അതിൽ നിന്ന് ഭക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ മറുപടി എന്തായിരുന്നു? ആകാശത്തിന്റെ കിളിവാതിലും മൊത്തം തുറന്നാൽ ഇത് നടക്കുമോ? ഹല്ലേലൂയ. അവന്റെ ചോദ്യമാണ്, അവന്റെ മറുപടിപ്പാണ് അവന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ മറുപടിപ്പാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കൂട്ടത്തിൽ പെടുന്നവരായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പ്രാപിച്ചെടുക്കുന്നവരുടെ കൂട്ടത്തിലാവും. ഹല്ലേലൂയ. ഇതുപോലെ നെഗറ്റീവ് വർത്തമാനം പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. കാരണം നമ്മുടെ നാവിന്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. 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 നമ്മുടെ നാവിന്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് തലമുറയെ നോക്കി നശിച്ചു പോകൂടാ, നീ ഗുണമാകത്തില്ലടാ, അത് വരുവടാ എന്ന് പറയുന്നവരാകരുത്. നീ അനുഗ്രഹിക്കപ്പെടും, നീ നന്മ കാണും, നീ കർത്താവിൽ പ്രസിദ്ധനായി തീരും എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഓരോ വിഷയത്തിന്റെ മേലും അപ്രകാരം സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. 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 യേശുവേ എന്താ പറഞ്ഞത്? നാളെ ഈ നേരത്ത് ഇത് സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഇന്ന് എന്നെ കേട്ട പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്ന പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവിടെ അബ്രഹാമിനെ പോലെ ആരാധിക്കുവാൻ മടിയില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉത്സാഹം കുറഞ്ഞിട്ടില്ല. ഒരു കണിക പോലും വ്യത്യാസമില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. 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 അസ്ഥികളുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് എസെക്കിയേൽ പ്രവചിച്ചു. ഒരു സൈന്യം എഴുന്നേറ്റു. ഹല്ലേലൂയ. അവിടെ അസ്ഥികൂമ്പാരത്തിൽ നിന്നുകൊണ്ട് എസെക്കിയേൽ നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാടുള്ളവരായി മാറണം. ഹല്ലേലൂയ. ഇത്ര കാലം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും വിരളിൽ എണ്ണിക്കൂട്ടാവുന്ന ദിവസങ്ങൾ മാത്രം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ വെളിപ്പാടുള്ള അപ്പനായി, വെളിപ്പാടുള്ള അമ്മയായിട്ട് നമ്മൾ മാറണം. ഒരു ജഡീക മനുഷ്യൻ വരെ കുറച്ച് മണ്ണ് ആണ്ട് ചവിട്ടിക്കൊടിച്ചവിടെ വെച്ചേക്കും. ഹല്ലേലൂയ. പക്ഷെ വെളിപ്പാടുള്ളതും പറയും കുശവൻ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന ഒരു പാനപാത്രത്തെ ഞാൻ കാണും. ഹല്ലേലൂയ. 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 ജഡീകം പറയും ഇവിടെ മണ്ണാണ് കുഴച്ചു വെച്ചേക്കുന്നു. പക്ഷെ വെളിപ്പാടുള്ളതും പറയും ഇത് കുശവൻ കയ്യിലെടുത്ത് കുഴച്ച് ഒരു മാനപാത്രത്തെ ഉണ്ടാക്കുന്ന ഒരു മാനപാത്രത്തെ ഞാൻ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജഡീകം പറയും കുഞ്ഞു മരിച്ചു പോയി. പക്ഷേ വെളിപ്പാടുള്ള ക്രിസ്തു പറയും അവൾ ഇത് ഉണങ്ങിയ അസ്ഥി, വാരാണ്ട അസ്ഥി. പക്ഷേ വെളിപ്പാടുള്ള എസെക്കിയേൽ പറയും ഹല്ലേലൂയ. 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 ജഡീകം പറയും കൈപ്പത്തി പോലൊരു മേഘം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. പക്ഷേ വെളിപ്പാടുള്ള ഏറിയ പറയും എന്ത് പറയും? 3 വർഷമായിട്ട് പെയ്യാതിരുന്ന മഴ ഒന്നിച്ചു പെയ്യുന്നതിന്റെ ആലോചന കേൾക്കുന്നു. കൂട്ടി ഓടിക്കോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഴ നിന്നെ തടുക്കാതിരിക്കാനാണ് കൂട്ടി ഓട്. വെളിപ്പാടുള്ളവൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ അത് ഇറങ്ങാൻ പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെളിപ്പാടുള്ള അപ്പനായി, വെളിപ്പാടുള്ള അമ്മയായി ജീവിക്കുവാൻ, വെളിപ്പാടുള്ള മക്കളായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ മകൾ ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ഏലിയ രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 1. ഹല്ലേലൂയ. നമ്മുടെ ഈ നേരത്ത് നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ വിഷയത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ബിസിനസ്സിൽ,
നിന്റെ പുരക്കകത്ത് നിന്റെ ജീവിതത്തിൽ ഒരു മിറക്കൽ നടക്കും. വിശ്വസിക്കുന്നവര് ആമേൻ പറഞ്ഞ് എഴുന്നേൽക്കട്ടെ. കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ ഉയർത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ മണിക്കൂറിൽ നീ എന്നോട് സംസാരിച്ച വചനത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളെ ഈ നേരത്ത് എന്റെ വീട്ടിൽ ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിഷയത്തിന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവേ, ഞാൻ ഒരു അത്ഭുതം ഞാൻ എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കർത്താവേ, ഞാൻ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിലൂടെ അല്ല. ഞാൻ കർത്താവേ, അത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. ഏലിയാവ് കണ്ടതുപോലെ 3.5 വർഷം ആമേൻ പെയ്യാതിരുന്ന മഴ പെയ്യുന്നതിന്റെ ആരവം കേട്ടതുപോലെ കർത്താവേ, ഞാനത് കാണും, ഞാനത് കേൾക്കും. ഒരു സൈന്യത്തിന്റെ ആരവം. അതെ, ഇന്ന് പകൽ ചേർന്ന് നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. നിന്നെ വളഞ്ഞ് ആക്രമിക്കുന്ന ചില ശത്രുവുണ്ട്. ചുഴലിക്കാറ്റ് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്ന ചില ശത്രുവുണ്ട്. ആമേൻ. കർത്താവ് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? മോളെ, എനിക്കൊന്നും അസാധ്യമല്ല മക്കളെ, എനിക്കൊന്നും അസാധ്യമല്ല മക്കളെ. സമയം കഴിഞ്ഞു പോയതിന്റെ മേൽ, സമയമായിട്ടില്ല എന്ന് പറയുന്നതിന്റെ മേൽ പ്രവർത്തിപ്പാൻ എനിക്ക് കഴിയും മക്കളെ, എനിക്ക് കഴിയും. എന്റെ കരം കുറിയിട്ടില്ല മക്കളെ, എന്റെ കാലടങ്ങിയിട്ടില്ല മക്കളെ. നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ മതി, എന്റെ വചനത്തോട് ചേർന്ന് നിന്നാൽ മതി. നിങ്ങളൊരു അപ്പന്റെ മുമ്പിൽ കുഞ്ഞിരിക്കുന്നത് പോലെ എന്റെ മുമ്പിൽ ഇരുന്നാൽ മതി. മോശത്തിയുടെ മുമ്പിൽ നിന്നതുപോലെ ഒന്ന് നിന്നാൽ മതി, ഒന്ന് നിന്ന് തന്നാൽ മതി മക്കളെ. ഞാൻ നിങ്ങൾക്ക് പ്രതികൂലമായി വരുന്നത് ഞാൻ അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത്. നിങ്ങളൊന്ന് തിരിച്ചറിയണം മക്കളെ, നിങ്ങളൊന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ ഇരു കരങ്ങളും ഉയർത്തി ആ ദൈവത്തിന്റെ കൃപയൊന്ന് പ്രാപിക്കാൻ, ആ ദൈവത്തിന്റെ ശക്തി ഒന്ന് ഇറങ്ങാൻ. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടത്, 3-ാം ദിവസം അതിരാവിലെ വലിയ ഇടിയും മിന്നലും കനത്ത മേഘവും അത്യുച്ചത്തിലുള്ള കാഹളധ്വനിയും കേട്ടു. 3-ാം ദിവസമായി വലിയ ഈ പ്രഭാതത്തിൽ ഇടിമിന്നല്, അത്യുച്ചത്തിലുള്ള കാഹളധ്വനി, കനത്ത മേഘം എല്ലാം ഉണ്ടായി. അവര് അവനെ നോക്കിയപ്പോൾ സീനായി പർവ്വതത്തിൽ അഗ്നിയാലെ ഇറങ്ങി. ആ പർവ്വതം കൊണ്ട് നിറഞ്ഞു, ചൂടയിൽ പോലെ കൊണ്ട് നിറഞ്ഞു. പർവ്വതം കുലുങ്ങി. ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഇതിന്റെ ആരവം നിന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ടോ? ഇതിന്റെ ആരവം കേൾക്കുന്നവര് കരങ്ങൾ ഉയർത്തിയ ദൈവത്തിൽ നാം തീർച്ചയായിട്ടും സൂക്ഷിച്ചാൽ ഈ കൂട്ടായ്മയെ നയിക്കുന്നവരെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെ, കടന്നു വരാനുള്ളവരെ ചില കാരണങ്ങളാൽ വരാതെ നാട്ടിൽ പോയവരുണ്ട്, ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അതേ ഈ കൂട്ടായ്മയിലൂടെ വൻ പ്രവൃത്തി, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മ ആമിനി ദേശത്തിന് അനുഗ്രഹമായി ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെട്ട വചനം നമുക്ക് മാത്രമല്ല, ഈ പട്ടണത്തിനൊരു വിടുതലായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന മേലധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായ എല്ലാ കൂട്ടായ്മകൾക്കായിട്ടും പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സഹായത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വടക്ക് യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുരക്ഷിതമായ നമ്മുടെ ഭവനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ഒരിക്കൽ കൂടെ കരങ്ങളിൽ എത്തി ദൈവസ്ഥാനം പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗമായിട്ട് പ്രാർത്ഥിച്ചവരെ